എന്തിനാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്നോ പട്ടിണിക്കിട്ട് കൊല്ലുന്നതോ എന്നറിയാത്ത ഒരു ജനത. ഒരിറ്റ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. പലപ്പോഴും ഇലയും മണ്ണുമൊക്കെയാണ് ആഹാരമെന്ന് പറഞ്ഞ് കഴിക്കുന്നത്. പറഞ്ഞു വരുന്നത് സുഡാനെ പറ്റിയാണ്. സുഡാനിൽ സംഭവിക്കുന്നത് എന്താണ്? ഡീകോഡ് സമഗ്രമായി പരിശോധിക്കുകയാണ്. സുഡാനിൽ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും, അതായത് RSFും തമ്മിലുള്ള അധികാര പോരാട്ടം ലോകത്തെ രക്തരൂക്ഷിതമായ മനുഷ്യ പ്രതിസന്ധിയിലേക്കായി മാറിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ഈ സംഘർഷത്തിൽ രാജ്യത്തുടനീളമുള്ള 1,50,000-ലധികം ആളുകൾ ഇതിനകം മരിച്ചു എന്നാണ് ഏകദേശ കണക്ക്. ഏകദേശം 12 ദശലക്ഷം പേർ വീടുകൾ വിട്ട് പലായനം ചെയ്തു എന്നും പറയുന്നു. എന്താണ് ശരിക്കും സുഡാനിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. സുഡാനിലെ സംഘർഷം എങ്ങനെയാണ് ആരംഭിച്ചത്? അതായത് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം സുഡാനീസ് ആർമി എന്നാണ് പേര്. SAF അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും, അതായത് RSFും തമ്മിലാണ് പോരാട്ടം. 2023 ഏപ്രിൽ മാസം മുതലാണ് ഈ പോരാട്ടം ആരംഭിക്കുന്നത്. ജനറൽ അബ്ദുൾ ഫത്താഫ് അൽ ബുറാൻ നയിക്കുന്ന SIAFും ജനറൽ മുഹമ്മദ് ഹംദാൻ ഡയാഗാസ് നയിക്കുന്ന RSFും തമ്മിൽ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആര് രാജ്യത്തെ നയിക്കും എന്നതിനെ ചൊല്ലി ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം വളർന്നു. ഏപ്രിൽ 15 ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. സംഘർഷത്തിൽ ഇരു വിഭാഗവും അതിക്രമങ്ങൾ നടത്തിയതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട്. ഈ അക്രമങ്ങളിൽ നിരവധി പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി വീടുകൾ നശിപ്പിച്ചു, കുടിലുകൾ നശിപ്പിച്ചു. നമുക്കറിയാം, സുഡാനെ സംബന്ധിച്ചിടത്തോളം വളരെ ദരിദ്രമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലേക്ക് പോകുന്ന തലത്തിലേക്ക് 2023 ഏപ്രിൽ മാസം നടന്ന ഈ ഒരു അതിക്രമത്തിലൂടെ തുടക്കമായി എന്നാണ് വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. മറ്റൊന്ന്, അൽ ഫാഷറിൽ സംഭവിച്ചത് എന്താണ് എന്നാണ്. കഴിഞ്ഞ 2.5 വർഷമായി ആഭ്യന്തര യുദ്ധത്തിൽ വലയുകയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ. നിരവധി പേർ കൊല്ലപ്പെടുകയും 1.2 കോടി ആളുകൾ സ്വന്തം രാജ്യത്തു നിന്ന് കുടിയിറക്കപ്പെടുകയും ചെയ്തുവെന്നാണ് UN കണക്ക്. 12 ലക്ഷത്തോളം സുഡാനികൾ താമസിക്കുന്ന അൽഫാഷർ നഗരത്തെ വരിയുകയാണ് വിമത സായുധ സേനയായ RSF ചെയ്യുന്നത്. മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും വരവ് വരെ അവർ തടഞ്ഞു. അൽഫാഷറിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും കാൽനടയായി 70 കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറുള്ള തവലിലേക്ക് പലായനം ചെയ്തു. തവലിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ അഭയാർത്ഥികളെ താങ്ങാനാവാതെ നിറഞ്ഞു കവിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. ആഹാരവും വസ്ത്രവും മരുന്നും ഒന്നുമില്ലാതെ പട്ടിണിക്കിട്ട് വളരെ രൂക്ഷമായ പട്ടിണി നടക്കുന്നു. അതിരൂക്ഷമായ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നടക്കുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ തന്നെയും നടക്കുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനാകാതെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരയുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിത്രങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അൽ ജസീറ അടക്കമുള്ള ലോകോത്തര മാധ്യമങ്ങൾ ഈ വാർത്ത വളരെ വേദനയോടുകൂടെ തന്നെയാണ് സുഡാനിൽ നിന്ന് കാണാൻ കഴിയുക എന്ന തരത്തിലുള്ള തലക്കെട്ടോടുകൂടി അവർ റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് അൽ ഫാഷിറും അൽ ഉബൈദും എന്നുള്ളതാണ്. പടിഞ്ഞാറൻ സുഡാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങളാണ് അൽ ഫാഷിറും അൽ ഉബൈദും. ഇവ രണ്ടും അവയിപ്പോൾ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് RSF ഇതിനകം ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ RSFന് കീഴടങ്ങാതെ ദാർഫൂറിലെ അവസാന പ്രധാന നഗരമായിരുന്ന അൽ ഫാഷർ ഈ ആഴ്ച അതും പിടിച്ചെടുത്തതോടെയാണ് രാജ്യം RSF നിയന്ത്രിത പടിഞ്ഞാറും SAF നിയന്ത്രിത കിഴക്കുമായി വിഭജിക്കപ്പെടുന്നത്. RSF ദാർഫൂറിലുടനീളം സമാന്തര സർക്കാർ ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദാർഫൂർ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഈ സമാന്തര സർക്കാരിന്റെ ഭരണം അവർ പ്രഖ്യാപിച്ചത്. അതേസമയം കിഴക്ക് മധ്യ വടക്ക് ശക്തി കേന്ദ്രങ്ങളാണ് സുഡാനി സൈന്യമുള്ളത്. ഈ സുഡാനി സൈന്യത്തിന് ഈ മേഖലകളിലോട്ട് വരാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 2 പ്രദേശത്തോട്ട്, അതായത് അൽ ഫാഷറും അൽ ഉബൈദും
ഈ മേഖലകളിലേക്ക് വരാൻ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ സുഡാനി സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ദാർഫൂറിലടക്കം സമാന്തരമായ ഭരണം അവിടെ വിമതർ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലേക്ക് സുഡാനി സൈന്യത്തിന് വരാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. സുഡാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുഡാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്, ആ രാജ്യത്തിന്റെ ഏറ്റവും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സ്വർണമാണ്. ആ സ്വർണ്ണഖനികളാൽ സമ്പന്നമായ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതും ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അതായത് ദാർഫൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സുഡാനിൽ ഈ സ്വർണ്ണ ഖനനം ചെയ്യുന്നത്. ഖനികൾ ഏറ്റവും കൂടുതലുള്ളത് ദാർഫൂർ മേഖലകളിലാണ്. ആ ദാർഫൂർ മേഖലകളിലാണ് ഇപ്പോൾ സമാന്തരമായി ഒരു ഭരണം നടക്കുന്നത്. ആ സമാന്തരമായി നടക്കുന്ന ഭരണമുള്ള ആ പ്രദേശങ്ങളിലേക്ക് പ്രാദേശികമായി വലിയ വേരോട്ടമുള്ള മേഖലകളിലേക്ക് സുഡാനി സൈന്യത്തിന് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭരണ സംവിധാനങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തലത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ആരാണ് RSF? ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതായത് 2023 ഏപ്രിൽ 11 RSF നോർത്ത് ദാർഫൂരിലെ സംസം അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇരച്ചു കയറി കുടിലുകളും കടകളും അന്ന് കത്തിച്ചു. ഡോക്ടർമാരെ അടക്കം വധിക്കുകയും ചെയ്തു. പലായനത്തിന് ശ്രമിച്ച സാധാരണക്കാർക്ക് നേരെ വെടിയുയർത്തു. അതിൽ പുരുഷന്മാരും സ്ത്രീകളും പ്രായമായവരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 500 പേരാണ് കൊല്ലപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ നിർബന്ധിതമായി ആ മേഖലകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു. സ്വന്തം വീടും സ്വന്തം മണ്ണും ഉപേക്ഷിച്ച് കുട്ടികളെയും എടുത്തുകൊണ്ട് അവർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു സൈനിക ബാരക്ക് എന്നാണ് സംസം എന്ന ആ സ്ഥലത്തെ പ്രചരിപ്പിച്ചത്. സംസമിനെ ഒരു സൈനിക മേഖലയായി മുദ്ര കുത്തുന്നതിലൂടെ ഗസ മുനമ്പിലെ ആശുപത്രികളിലും സ്കൂളുകളിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം നമുക്ക് ഓർമ്മയുണ്ട്. ബോംബാക്രമണം ന്യായീകരിക്കാൻ ഇസ്രായേലിന്റെ അതേ മാർഗം തന്നെയാണ് RSF പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. സുഡാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും എടുത്തു പറയുന്നത്. മറ്റൊന്ന്, വംശീയതയ്ക്കെതിരെയുള്ള മാതൃക എവിടെ നിന്ന്? നോക്കൂ, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നിരുന്നത് യുദ്ധത്തിനെതിരെയാണ്. നമുക്കറിയാം, ഗസയിൽ നമ്മൾ കണ്ടതാണ്. ഗസയിലെ വംശഹത്യ അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്ന് തന്നെയാണോ? പട്ടിണി കിടന്ന് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ മരിക്കുന്നു. ആളുകൾക്ക് മരുന്നുകൾ ലഭിക്കുന്നില്ല. കൃത്യമായി ആശുപത്രി സേവനങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം, വെള്ളം ഒന്നും തന്നെയും ഇല്ലാത്ത അവസ്ഥ. വീടുൾപ്പെടെ നിലംപരശായ അവസ്ഥ. ഈ അവസ്ഥയൊക്കെ വലിയ തോതിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പോഴാണ് സുഡാനിലും സമാന്തരമായ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ലോകത്ത് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: വംശീയഹത്യക്കുള്ള മാതൃക എവിടെ നിന്ന്? യുദ്ധസമയത്ത് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച നിയമ ചട്ടക്കൂടായ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൽ നിന്നുള്ള പദപ്രയോഗങ്ങൾ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലുടനീളം ക്രൂരതകൾക്കായി RSF തിരിച്ചു പ്രയോഗിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഫലസ്തീനുകളെ കൊല്ലുന്നതിനും അടിച്ചമർത്തുന്നതിനുമെതിരെയുള്ള വിമർശനങ്ങളെ ചെറുക്കാൻ വർഷങ്ങളായി ഇസ്രായേലും ഇതേ നാണയം തന്നെയാണ് പ്രയോഗിച്ചത് എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. അത് ലോകത്തിന് മുന്നിൽ ആ കാര്യം അറിയുകയും ചെയ്യാം. 2023 ഒക്ടോബർ 7 ഗസയിൽ വംശഹത്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അത് ഇരട്ടിയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഗസയിലെ ആശുപത്രികൾ ഹമാസിന്റെ നിയന്ത്രണ ആജ്ഞാ കേന്ദ്രങ്ങളാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇസ്രായേൽ അന്ന് അത് തകർത്തത്. സംരക്ഷിക്കപ്പെടേണ്ട ആരോഗ്യ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഇതിലൂടെ അവർ ശ്രമിക്കുകയാണ്. സിവിലിയന്മാർക്കെതിരായ മനഃപൂർവമായ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതിന് ഹമാസ് അവർക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന, അവരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. കൂടാതെ സിവിലിയന്മാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നതിനെ അവർ മാനുഷിക ഒഴിപ്പിക്കലുകളായി മുദ്ര കുത്തുകയും ചെയ്യുന്നു. SF-ന്റെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ വിമത വിഭാഗവും പറയുന്നത് അതല്ലെങ്കിൽ അവർ പയറ്റുന്നത് ഇസ്രായേലിന്റെ ഇതേ തന്ത്രം തന്നെയാണ് അവർ കൂടുതലായും സ്വീകരിക്കുന്നത്. പ്രാദേശിക നിയമവിദഗ്ധരും ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സുഡാനിൽ RSF ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഗസയിൽ ഇസ്രായേൽ ഉന്നയിക്കുന്ന
അവകാശവാദങ്ങളുമായി ഏറെ സാമ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, വംശഹത്യ ഏറ്റവും കൂടുതൽ ഗസയിൽ നടന്നപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ സുഡാനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അത്രയും മാനുഷികമായിട്ടുള്ള സഹായങ്ങളൊന്നും തന്നെയും ഈ ഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളിൽപ്പെട്ടതൊന്നാണ് പാർപ്പിടം, കുടിവെള്ളം, ഒപ്പം തന്നെ ആഹാരം. അപ്പോൾ ഇത് മൂന്നും അവർക്ക് ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും അവിടേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതായത് ഇസ്രായേലിന്റെ ചരക്ക് പാതയ്ക്കുള്ള ഒരു കളമൊരുക്കലാണോ ഇപ്പോൾ സുഡാനിൽ നടക്കുന്നത്? അങ്ങനെ ഒരു സംശയം അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഉന്നയിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, യമനിലെ ഹൂത്തികൾ ചെങ്കടലിലെ ഇസ്രായേലിന്റെ കപ്പൽ പാതകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ ഇസ്രായേലിലേക്കുള്ള ചരക്കുകളുടെ ഒരു പ്രധാന പാതയായി മാറിയിരിക്കുന്ന മേഖലകളാണത്. ഹൂത്തി നേതാവ് അൻസാർ മുല്ലയുടെ ഉപരോധം മറികടന്ന് തെക്കൻ ഇസ്രായേലിലെ തുറമുഖത്തിലേക്ക് കപ്പലുകൾക്ക് പോകുവാൻ സുഡാൻ തുറമുഖം ഉപയോഗിച്ചിരുന്നു. ഗസയിൽ വംശഹത്യ ആരംഭിച്ചപ്പോൾ മുതൽ ഇസ്രായേൽ അതിൻ്റെ പങ്കാളികളും വ്യാപാര കയറ്റുമതി നിലനിർത്താൻ വേണ്ടി ചെങ്കടലിന്റെ സമീപമുള്ള കര ഇടനാഴികളും ബദൽ തുറമുഖങ്ങളെയും ആശ്രയിച്ചിരുന്നു. ഗസയ്ക്ക് വേണ്ടി പ്രതിരോധമൊരുക്കാൻ യമൻ അടച്ചുപൂട്ടിയ സംവിധാനം ലാഭത്തിനും ആനുകൂല്യത്തിനും വേണ്ടി സുഡാനിലെ ജനറൽമാർ വീണ്ടും തുറന്നു നൽകിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇത് വലിയ തലത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംശയം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. നമുക്ക് സുഡാനിൽ ഇപ്പോൾ യുനെസ്എഫ് അടക്കമുള്ള ആളുകൾ അവിടെ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. UN അടക്കമുള്ള ആളുകളൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോരാ, ഈ യുദ്ധം അവസാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വംശഹത്യ അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഇടപെടലുകൾ വേണമെന്ന ആവശ്യം ഉയരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോക്കൂ, നമുക്കറിയാം, നമ്മൾക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് യുദ്ധങ്ങളില്ല, സമാധാന അന്തരീക്ഷമുണ്ട്, കിടക്കാൻ പാർപ്പിടമുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു ജനത അത് വലിയ രീതിയിലുള്ള സാഹചര്യത്തിലൂടെ അവിടെ കടന്നു പോകുന്നു. ആഹാരമോ കുടിക്കാൻ വെള്ളമോ സുരക്ഷിതമായി ഉറങ്ങാൻ ഒരു പാർപ്പിടവും പോലുമില്ലാതെ അലയുകയാണ് സുഡാനിലെ ജനങ്ങൾ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സുഡാനിലെ ഈ ആഭ്യന്തരമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്.